+1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആരംഭിക്കാൻ ജസ്റ്റ് 7 days only. മാത്തമാറ്റിക്സ് എക്സാമിനേഷന് 8 ദിവസങ്ങൾ. തീർച്ചയായും ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികളും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാര്യമായി തയ്യാറെടുക്കാത്ത കുട്ടികൾക്കും മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന് ഫുൾ മാർക്ക് അല്ലെങ്കിൽ മിനിമം A+ എങ്ങനെ സ്കോർ ചെയ്യാം, അതിന് ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ പോർഷന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിനായിരിക്കും, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിനായിരിക്കും, അതുപോലെ എസ്എ ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നായിരിക്കും എന്ന് വ്യക്തമായി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിലെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. തീർച്ചയായും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 പ്ലേലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. +1 റിവിഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒപ്പം പ്രീവിയസ് ഇയറിലെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചാൽ മതി. എന്നാൽ ജസ്റ്റ് ഒരു A+ അല്ലെങ്കിൽ മോർ ദാൻ 40 മാർക്സ് മതി എന്നുള്ള കുട്ടികൾക്ക് 1 question ഷുവർ ക്വസ്റ്റ്യൻ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്യാം. ചിലപ്പോൾ A+ വരെ കിട്ടി എന്നിരിക്കും. സോ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഓരോ ചാപ്റ്ററിൽ നിന്നും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ 60 മാർക്കിനാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ഫുൾ മാർക്ക് കിട്ടുവാൻ. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വി ഹാവ് ടു ആൻസർ എനി 6. 4 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വി ഹാവ് ടു ആൻസർ എനി 6. ഈ 2 സെക്ഷനിലും 2 ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സ് ഉണ്ട്. എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ 4 എണ്ണം ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 3. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ചോയ്സ് ഉള്ളൂ. അപ്പൊ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏതൊക്കെ ചാപ്റ്റർ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നത് റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ്, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എ എന്ന സെറ്റും ബി എന്ന സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് അത് റോസ്റ്റർ ഫോമിൽ എഴുതുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. ഒരു 1 വേർഡും പ്രതീക്ഷിക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ ചോദിക്കാനാണ് സാധ്യത. സോ വളരെ ഈസി ആയിട്ട് സെറ്റ് എന്ന ചാപ്റ്ററിലെ 7 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതിലും നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഈ ചാപ്റ്ററിലും ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു റിലേഷൻ തന്നിട്ട് ആ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുക, അതിന്റെ ഡൊമൈൻ എഴുതുക, കോ ഡൊമൈൻ എഴുതുക, റേഞ്ച് എഴുതുക. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും 3 മാർക്സിന് ചോദിക്കാറ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാനാണ് സാധ്യത. ഡ്രോ ദ ഗ്രാഫ് ഓഫ് മോഡെക്സ് അല്ലെങ്കിൽ ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ആൾസോ ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് 4 മാർക്കിന് ചോദിക്കും. സോ സെലക്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ ഇത്രയും മാത്രം പഠിച്ചു പോയാൽ മതിയാകും. ഈ ചാപ്റ്ററിലെ 7 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് പോർഷൻ പഠിക്കണം. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ചാപ്റ്റർ ഫുള്ള് നമുക്ക് ഒഴിവാക്കാം. അല്ല എങ്കിൽ ഈ ചാപ്റ്ററിൽ എസ്എ ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ള 3-4 ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. അതിന് നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് മാത്രം കണ്ടാൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് റിസ്ക് എടുക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ല എങ്കിൽ വേണ്ട, അങ്ങനെ ചിന്തിച്ചാൽ മതി. സോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ 6 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, 2-3 സബ് ക്വസ്റ്റ്യൻ കാണും. ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രി റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയനിലെ ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ചെയ്യുക, അങ്ങനത്തെ ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ സൈൻ x = 1/2, ഫൈൻഡ് x ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് വാല്യൂസ്. അതായത് cos x, tan x, cosec x, sec x, cot x കാണുക. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് വാല്യൂ ഓഫ് sin 75 അല്ലെങ്കിൽ cos 15, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആകാം.
മറ്റൊരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ് സൈൻ എ പ്ലസ് സൈൻ ബി. നമ്മൾ ഷോർട്ട് കട്ട് ഫോമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എസ് പ്ലസ് എസ് ഈക്വൽ ടു 2se. അതുമായി ബന്ധപ്പെട്ട് കോസ് 3x പ്ലസ് കോസ് 4x ബൈ സൈൻ 3x പ്ലസ് സൈൻ 4x ഈക്വൽ ടു കോട്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. സോ ആ ചാപ്റ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പർ. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് മിക്കവാറും ഒരു കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക, എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതുക എന്ന ക്വസ്റ്റ്യൻ ആകും. മിക്കവാറും ഒരു എ പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി എന്ന ഫോമിൽ തന്നിട്ട് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആകാം. അല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനായി പവേഴ്സ് ഓഫ് ഐയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ചോദിക്കാം. സോ ജസ്റ്റ് 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6 ലീനിയർ ഇനിക്വാളിറ്റീസ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇനിക്വാളിറ്റി, അതായത് ലീനിയർ ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ 11. സോൾവ് ദ ഇനിക്വാളിറ്റി ആൻഡ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാകും. ടോട്ടൽ 7 മാർക്സ് ആണ് വെയിറ്റേജ്. ഇവിടെയും പെർമ്യൂട്ടേഷൻ എന്ന പോർഷനിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും കോമ്പിനേഷനിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കാനാണ് സാധ്യത. പെർമ്യൂട്ടേഷനിൽ സംതിങ് ഈസ് റിപ്പീറ്റഡ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിലുള്ള ഒരു പ്രോബ്ലം. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലഹബാദ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, അത് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു സാധ്യത NPRന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലം ഫൈൻഡ് വാല്യൂ ഓഫ് n എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. കോമ്പിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു സർക്കിളിൽ 21 പോയിന്റ്സ് ഉണ്ട്. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് ഇൻ ദ സർക്കിൾ. ആ സർക്കിളിലെ മൊത്തം കോഡ്സിന്റെ എണ്ണം എത്രയായിരിക്കും? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട് കോമ്പിനേഷനുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചോദിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചാലേ ഈ 7 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം ചാപ്റ്റർ നമ്പർ 8 ഒരൊറ്റ ക്വസ്റ്റ്യൻ, അത് 4 മാർക്സ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് സാധ്യത. എക്സ്പാൻഡ് എക്സ് പ്ലസ് 1/x ദ ഹോൾ റൈസ് ടു 5 അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് പബ്ലിക് പരീക്ഷയ്ക്ക് സാധ്യത. പിന്നെ a plus b ദ ഹോൾ റൈസ് ടു 10 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? n+1 ഒരു ടേം കൂടുതലായിരിക്കും എന്നുള്ള ഐഡിയ യൂസ് ചെയ്ത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 9 സീക്വൻസസ് ആൻഡ് സീരീസ്. ഈ ചാപ്റ്ററിനൊക്കെ വെയിറ്റേജ് വളരെ കുറവാണ്. ഒരൊറ്റ പോർഷനേ ഉള്ളൂ, ജോമെട്രി പ്രോഗ്രഷൻ. 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. മിക്കവാറും ചോദിക്കുന്നത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് സം ടു n ടേംസ് ഓഫ് ദ സീരീസ് 5 പ്ലസ് 55 പ്ലസ് 555 പ്ലസ് എക്സെട്ര അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത the sum of 3 terms of a GP is 13/12 and their product is -1. Find the terms. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതും നമ്മൾ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 സ്ട്രെയിറ്റ് ലൈൻസ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ. നേരത്തെ സൂചിപ്പിച്ചു, ട്രിഗണോമെട്രി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ട്രിഗണോമെട്രി കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കേണ്ട, അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ട്രിഗണോമെട്രി വേണോ സ്ട്രെയിറ്റ് ലൈൻസ് വേണോ എന്ന്. സ്ട്രെയിറ്റ് ലൈൻ എന്ന 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതിൽ സ്ലോപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ചോദിക്കാൻ സാധ്യത ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ, ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഒരു പ്രോബ്ലം. അങ്ങനെ 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പരമാവധി 6 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കത് വിവേകപൂർവ്വം ഒരു ബുദ്ധിപരമായി ചിന്തിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കോണിക് സെക്ഷൻസ്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിക്കവാറും ഒരു എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഫോക്കൈ, വെർട്ടിസസ്, എക്സെൻട്രിസിറ്റി, ലാക്ടസ് റെക്ടം, ലെങ്ത് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ട് ഈ പറയുന്ന സംഗതികൾ കാണുക. മറ്റൊരു ക്വസ്റ്റ്യൻ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് മിക്കവാറും സർക്കിളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പരാബോളയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത.
സർക്കിൾ ആണെങ്കിൽ ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y മൈനസ് 45 ഈക്വൽ ടു 0. അത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് സെന്ററും റേഡിയസും കണ്ടെത്തുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഫോക്കസും വെർട്ടെക്സും അല്ലെങ്കിൽ ഫോക്കസും ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സും തന്നിട്ട് പരാബോളയുടെ ഇക്വേഷൻ കണ്ടെത്തുക. ഇങ്ങനത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് 3 മാർക്കിന് സാധ്യത. ഓക്കെ, സോ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക. എലിപ്സ് മാത്രം പഠിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12 ഏറ്റവും കുറച്ച് പഠിച്ച് 3 മാർക്ക് സ്കോർ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു 3D ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കാണും. പിന്നെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് തന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ 3 പോയിന്റ് തന്നിട്ട് അതൊരു റൈറ്റ് ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത. പിന്നെ എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത, XY പ്ലെയിനിന്റെ പ്രത്യേകത, അത് ഒരു പോയിന്റ് XY പ്ലെയിനിലാണെങ്കിൽ അതിന്റെ Z കോർഡിനേറ്റ് 0. ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് ഒരു 1 വേർഡ് ചോദിക്കാം. അല്ലെങ്കിൽ നെയിം ദ ഒക്ടന്റ് 1, 2, 3 ഇത് ഏത് ഒക്ടന്റിലാണ്, ഫസ്റ്റ് ഒക്ടന്റ് ആണോ തേർഡ് ഒക്ടന്റ് ആണോ അത് ഐഡന്റിഫൈ ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 13. ഒരു എസ്എ ക്വസ്റ്റ്യനുമുണ്ട്, ഒരു 3 മാർക്സ് ക്വസ്റ്റ്യനുമുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ നിർഭാഗ്യവശാൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ 3 ക്വസ്റ്റ്യനും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ, സ്ട്രെയിറ്റ് ലൈൻസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. അതുകൊണ്ട് എസ്എ ക്വസ്റ്റ്യൻ റിസ്കി ആണ്. അതുകൊണ്ട് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ഏതെങ്കിലും 3 എണ്ണം വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതിന്റെ അടിസ്ഥാനത്തിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഭംഗിയായി പഠിക്കണം. ലിമിറ്റ്സിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഡെറിവേറ്റീവ്സിൽ നിന്നായിരിക്കും 6 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കുക. അതിൽ തന്നെ ഡെറിവേറ്റീവ്സിൽ യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് sin x അല്ലെങ്കിൽ 1/x ഈ രണ്ടിലൊന്ന് ചോദിക്കാനാണ് സാധ്യത. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cos x by x square plus 1 അതായത് കോഷ്യന്റ് റൂൾ യൂസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഒരു കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഡെറിവേറ്റീവിൽ നിന്ന് ചോദിക്കാൻ സാധ്യത. ലിമിറ്റ്സുമായി ബന്ധപ്പെട്ട് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1 ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x ഈക്വൽ ടു 1 ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. അങ്ങനെ ലിമിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെത്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഡെറിവേറ്റീവ്സ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഡെറിവേറ്റീവ്സിൽ 2 ക്വസ്റ്റ്യൻ, ഒന്ന് യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, മറ്റൊന്ന് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. കോഷ്യന്റ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടെത്താം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. ഫൈനലി ചാപ്റ്റർ നമ്പർ 15 സ്റ്റാറ്റിസ്റ്റിക്സ് ഒരൊറ്റ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ 90% ചോദിക്കാൻ സാധ്യത. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. അത് ചോദിക്കാനാണ് സാധ്യത. ഒരു 10% സാധ്യത തീർച്ചയായിട്ടും ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾ അതുകൂടെ പഠിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്കാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾ മസ്റ്റായിട്ട് അത് പഠിക്കുക. സയൻസ് വിദ്യാർത്ഥികൾ അതുകൂടെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്വാഭാവികമായിട്ടും ഇതിൽ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചതിന് ശേഷം മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എങ്ങനെ കാണും എന്നുള്ള പ്രോബ്ലം കൂടെ നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് കുറവല്ല, വെയിറ്റേജ് കൂടുതലാണ്. 7 മാർക്കിനാണ് ആ ചാപ്റ്ററും ചോദിക്കുന്നത്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും. ഇതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 മാർക്കിന് ഒരു വേർഡ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആകാം. അല്ലെങ്കിൽ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി കാണാനുള്ള പ്രോബ്ലം ആകാം. അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ആകാം. ഒരു വേർഡ് പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കും പ്രോബബിലിറ്റിയിൽ. അത് 4 മാർക്കോ 3 മാർക്കോ ആകാം. അതൊരു പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ, അത് 3 മാർക്കോ 4 മാർക്കോ ആകാം. സോ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഈ വർഷം പഠിക്കാനുള്ള 14 ചാപ്റ്ററിന്റെയും വെയിറ്റേജ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും അധികം മാർക്കിന് ചോദിക്കുന്നത്, 9 മാർക്കിന്. അതിൽ ലിമിറ്റ്സ് എന്ന പോർഷനിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. സോ ആ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. തീർച്ചയായും എല്ലാവർക്കും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.